നാം യേശുവിന്റെ സ്വരൂപത്തെ പ്രതിഫലിപ്പിക്കുകയും ദൈവ മഹത്വം വെളിപ്പെടുത്തുകയും വേണം. റോമാലേഖനം 6:5 പറയുന്ന പ്രകാരം ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യങ്ങളിൽ ഒന്ന് നാം ക്രിസ്തുവുമായി ഒന്നാകുന്നു എന്നതാണ്. പുനരുത്ഥാനത്തിന്റെ സദൃശ്യത്തോട് ഏകീഭവിക്കും എന്ന വാക്ക് ശ്രദ്ധിക്കുക. ക്രിസ്തുവും ക്രിസ്ത്യാനികളും തമ്മിൽ അടർത്തി മാറ്റാൻ കഴിയാത്ത ഒരു ബന്ധമുണ്ട്. മുകളിൽ പറഞ്ഞ വാക്കിൽ ക്രിസ്തുവിന് സംഭവിച്ചത് നമുക്ക് സംഭവിച്ചതായി കണക്കാക്കുന്നു. ക്രിസ്തുവിന്റെ മരണം നമ്മുടെ മരണമാണ്. 1 കൊരിന്ത്യർ 1:30 നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു. ദൈവം ഈ ഐക്യം നമ്മിൽ സ്ഥാപിച്ചിരിക്കുന്നു. ദൈവം വിശ്വാസികൾക്ക് ക്രിസ്തുവിനുമിടയിൽ വേർപെടുത്താൻ കഴിയാത്ത ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ മരണത്തെ നമ്മുടെ മരണമായി കണക്കാക്കുന്നത് ദൈവത്തിന് ഉചിതമാകുന്നു. അപ്പോൾ തന്നെ ക്രിസ്തുവുമായുള്ള ഐക്യത്തിന്റെ ഈ സമത്വം ഇതിനോടകം തന്നെ പൂർണ്ണമായും നൽകി തന്നിട്ടില്ലാത്ത ഒരു അനുഭവമാണ്. ക്രിസ്തുവേശുവിലൂടെ ചരിത്രപരമായും മാറ്റമില്ലാത്തതായും പര്യവസാനിയായതുമായി നമുക്ക് സംഭവിക്കേണ്ടത് ഇതുവരെ പൂർണ്ണമായിട്ടില്ല. ചിലത് ഇപ്പോൾ പൂർണ്ണമായി, മറ്റു ചിലത് പുരോഗമനപരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വരുവാനുള്ള യുഗത്തിൽ പൂർണ്ണമായും അത് പരിപൂർണമായി തീരും. യേശുക്രിസ്തുവിന്റെ പാപസംബന്ധമായ മരണത്താൽ നാം ക്രിസ്തുവേശുവിനോട് ഐക്യമത്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും യേശുക്രിസ്തുവിന്റേത് പോലുള്ള പുനരുത്ഥാനത്തിലും യേശുക്രിസ്തുവുമായി ഐക്യമത്യപ്പെടും. ക്രിസ്തുവേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.